സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് വല്ല ഇമേജ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കണ്ടന്റുകൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സൈനപ്പ് ചെയ്യാൻ ആവശ്യപ്പെടും. സോ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ID ഒക്കെ വെച്ച് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതലും ട്രസ്റ്റബിൾ ആയിരിക്കില്ല. കാരണം കൂടുതലും ലോക്കൽ വെബ്സൈറ്റുകളാണെങ്കിൽ സ്കാം ഇഷ്യൂസ് പോലത്തെ നമുക്ക് പേടിക്കേണ്ടതുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ID ഉപയോഗിക്കാതെ തന്നെ ഒരു ടെമ്പററി മെയിൽ, ഒരു 10 മിനിറ്റ് മെയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്പോസിബിൾ മെയിൽ എന്നൊക്കെ പറയുന്ന ഒരു ടെമ്പ് മെയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ അതെങ്ങനെയാണ് അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ഫ്രണ്ട്സ്, നമുക്കൊരു ടെമ്പററി മെയിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലെ ക്രോമിലോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗസറിലോട്ട് പോകാം. അവിടെ സെർച്ച് ബാറിൽ ടെമ്പ് മെയിൽ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്ന വെബ്സൈറ്റാണ് നമ്മുടെ ടെമ്പററി മെയിലിൻ്റെ വെബ്സൈറ്റ്. സോ നിങ്ങളുടെ ആ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ലോഡിങ് കാണിച്ച് ഒരു 4-5 സെക്കൻഡ് ലോഡിങ് കാണിച്ചാൽ നമുക്കൊരു ടെമ്പററി ആയിട്ടുള്ള മെയിൽ നമുക്ക് അവിടുന്ന് കോപ്പി ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ഇമെയിൽ വെച്ച് നമുക്ക് ലോക്കൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പെട്ടെന്നുള്ള ആവശ്യങ്ങളൊക്കെ ടെമ്പററി ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മെയിൽ ID ഉപയോഗിക്കാം. സോ അതിലേക്ക് വരുന്ന മെസ്സേജുകളൊക്കെ താഴെ ഇൻബോക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വരുന്നതാണ്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെമ്പററി മെയിലാണ്, ഒരു ടെമ്പ് മെയിൽ, ഒരു 10 മിനിറ്റ്സ് മെയിൽ അല്ലെങ്കിൽ ഡിസ്പോസ് മെയിൽ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. ഇതൊരിക്കലും പെർമനൻറ്റ് ഇമെയിൽ ID ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ടെമ്പ് മെയിൽ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുത്താൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് ലഭ്യമാകും. സോ ഇതിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ടെമ്പ് മെയിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം അനുസരിച്ചുള്ള ഒരു ടെമ്പ് മെയിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.